അത് ശരിയാട്ടോ, മീൻ പിടിച്ചിട്ട് മോഹം അടങ്ങാത്തൊരു മനുഷ്യനാട്ടോ മൂപ്പര. കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. അടിപൊളി ഫിഷിങ് കേട്ടോ മൂപ്പര. ഒറ്റയ്ക്ക് പോയിട്ട്, അതും തോണിയിലൊന്നുമല്ല, വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ കോഴിക്കോട് പള്ളിക്കട്ടി കടപ്പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ്. കുറച്ച് മീനും കുറച്ച് മീൻ പിടുത്തമൊക്കെ ആയിട്ട് വീഡിയോ അങ്ങനെ പോകാം. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതേപോലത്തെ അല്ലാത്ത വീഡിയോസൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്കോട്ട് പോവല്ലേ. കടലിലെ കാലാവസ്ഥ എത്ര പെട്ടെന്നാണ് മാറുകയെന്ന് അറിയാം. നമുക്ക് ഒരു സൂചന കിട്ടാതെ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങി. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല രീതിയിൽ ആ കടലിൽ മഴ അതിങ്ങനെ അങ്ങോട്ട് നമ്മളെ കരയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. മഴ പെട്ടെന്ന് വീഡിയോയിലെ എത്രയാണ്ട് വ്യക്തമായിട്ട് എനിക്കറിയില്ല. നല്ല കാറ്റും ഒക്കെ ആയിട്ട് ഒരു നല്ല മീൻപിടുത്തം. അതൊക്കെ ഇനിയിപ്പോൾ വലയൊക്കെ ഇട്ട് നേരത്തെ ഇട്ടിട്ട് വല അങ്ങോട്ട് എടുത്തിട്ടൊക്കെ വരണം. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല മഴ കണ്ടല്ലേ. അപ്പോൾ ഓക്കെ, അടുത്തേക്ക് മഴ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് മഴ. മഴയും കാറ്റൊന്നും മൂപ്പർക്ക് വിഷയമല്ല കേട്ടോ. മൂപ്പര് നേരത്തെ കൊണ്ടുപോയ വല ഇട്ട് ഇനി നേരത്തെ ഇട്ട് വെച്ച വല എടുക്കാതെ കുറച്ച് ദൂരേക്ക് പോകണം. അപ്പോൾ ജസ്റ്റ് നമ്മളെ വലിയ വണ്ടീൻ്റെ ഒക്കെ ടയറിൻ്റെ ട്യൂബില്ലേ, അത് തോണി ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് മൂപ്പരങ്ങനെ പോയതാണ്. അപ്പോൾ മഴയപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് നിന്നാ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇവർ എടുത്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഈ ഒരു കാറ്റും മഴയൊന്നും അങ്ങനത്തെ പഴയ ആൾക്കാർക്ക് അതൊരു വിഷയമല്ല. അപ്പോൾ നമുക്ക് നോക്കുക വലയിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ട്യൂബ് അതാട്ടോ. അതുമായിട്ടാണ് മൂപ്പര മീൻ പിടുത്തമൊക്കെ. മൂപ്പര ബാക്കി കരയിലെത്തിയിട്ട് കാണാം കേട്ടോ കാഴ്ചകൾ.
നേരെ മീൻ പിടിക്കുക, റോഡുമ്മ കൊണ്ടുവന്ന് തട്ടുക, അപ്പം തന്നെ കച്ചവടം. നമുക്ക് ഇത്രയും ഫ്രഷ് മീൻ, ഐസും ഒന്നും ഇടുന്നില്ല, മീൻ ചാവാൻ പോലും സമയമില്ല. അപ്പോഴത്തെ നമുക്ക് ചട്ടിയിലെത്തിക്കുക. അതാണ് ഇവിടുത്തെ കച്ചവടം കേട്ടോ. നമ്മളെ കോഴിക്കോടത്തെ പള്ളിക്കട്ടി കടപ്പുറല്ലേ, നമ്മളെ തെക്കേപ്പുറത്തൊക്കെ പോലെ ആ ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു സീസണിലൊക്കെ ഇങ്ങനെ ധാരാളം ഉണ്ടാവും. രാവിലത്തെ വൈകുന്നേരം വരെ പല ആൾക്കാർ, ഒരുപാട് പേരുണ്ട്. എന്താ കിട്ടിയാൽ നോക്കുക, ഒരുപാട് സ്റ്റാർ ഫിഷ്, വേസ്റ്റ് ഒക്കെ അതിലുണ്ടാവും വരയിൽ. അതിൽ കുറച്ച് മീൻ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളത്. സാധാരണ ഈ മാന്ത, വലിയ മാന്തയൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടാവും. മാന്ത, ഞണ്ട്, ചെറിയ ഏട്ട, തെരണ്ടില്ലേ, അതൊക്കെ കാണാറുണ്ട്. വേറെ ഒരു മീൻ, പല മീനാണ്. നമ്മൾ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കട്ടെ, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മറ്റോ കൊടുക്കുക, കണ്ടു നോക്കാണ്ട്. ഇതിലെന്താണുള്ളത് നോക്കട്ടെ. കുറച്ച് മാന്തയൊക്കെ കാണുന്നുണ്ട്, മാന്ത, ഞണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഉണ്ടല്ലേ, ഏട്ടുണ്ട്, ഞണ്ട്, മാന്ത, ചെമ്മീനുണ്ടാവും, അങ്ങനെ പല സാധനങ്ങളും. കടലിലെ വെള്ളവും കരണ്ടിയിലെ മോഹവും അടങ്ങൂലെന്നാ കടലിലെ താളിക്ക തുമ്മിക്ക വറവിട മുട്ട എങ്ങനെ കിട്ടുന്നു, എങ്ങനെ കൊടുക്കുന്നു, എങ്ങനെ കിട്ടുന്നു ചോദിക്കരുത്. അറ്റമില്ലാത്ത ആകാശവും മധുരമില്ലാത്ത ഭൂമി സുഖമാണ് അല്ലേ?